ഹായ് നമസ്കാരം, എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു സംഭവം കണ്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. കുതിരക്ക് മതമിളകുമോ? കുതിരക്ക് മതമിളകിയാൽ എങ്ങനെയിരിക്കും? ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. എങ്ങനെയാണ് കുതിരക്ക് മതം ഇളകുന്നത് കണ്ടോ? ഞാനിപ്പോൾ കടാപ്പുറത്തുള്ളത്. കടാപ്പുറത്ത് കണ്ട ഞെട്ടിക്കുന്ന കാര്യമാണ് കണ്ടത്. അതിന് പുറമെ ജനങ്ങൾ ആസ്വദിക്കാനെത്തുന്ന ജനങ്ങൾ കടലിൻ്റെ ആ സുഗന്ധവും കാറ്റും ആ നൊസ്റ്റാൾജിയും എല്ലാം ഒത്തുണങ്ങിയ ആ സ്ഥലത്ത് വന്ന് ആസ്വദിക്കുന്നത് കണ്ടോ. പക്ഷേ കടലിനോട് ചേർന്ന് ആസ്വദിക്കാം, പക്ഷേ കടലിലേക്ക് ഇറങ്ങി ആസ്വദിക്കുന്ന രംഗം കണ്ടാൽ ഞെട്ടിപ്പോകും. കാരണം ഒരുപാട് അപകടങ്ങൾ കടലിൽ നടന്നിട്ടുണ്ട് അല്ലേ, തിരമാലകളിൽ പെട്ട് എല്ലാം. അതുപോലെ ഒന്നും സംഭവിക്കരുതേ എന്നാണ് നമ്മൾ കാണുമ്പോൾ പ്രാർത്ഥിക്കാറ്. കാരണം അവർക്കറിയില്ല കടലിൻ്റെ ഓരോ നിമിഷത്തെ പ്രകമ്പനവും. അവർ കളിച്ച് രസിച്ച് വെള്ളത്തിൽ കളിക്കുമ്പോൾ കടന്ന് അങ്ങോട്ട് പോകും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അതിലിടക്ക് നമ്മൾ കുതിരക്ക് എന്ത് സംഭവിച്ചു, ഈ കുതിരക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ കുതിരക്ക് മതമിളകുമോ? അതാണ് എൻ്റെ ചോദ്യം. ഈ സായന്തനങ്ങളിൽ നടന്ന ഈ കുതിരക്ക് മതമിളകിയ ആ സന്ദർഭം ഞാനിവിടെ എത്തി അത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് കാണിക്കുവാനാണ്. അതിന് ദേഷ്യം വന്ന് പ്രകടന പത്രിക ഇറക്കുന്നുണ്ട്. കാരണം എങ്ങനെയോ അതിൻ്റെ ആൾക്കാർ അതിനെ പിടിച്ച് കെട്ടി അതിനെ വലയിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ പതുക്കെ അത് വലയിലാകുന്നുണ്ട് കേട്ടോ. എന്നിരുന്നാലും അത് ദേഷ്യം പിടിച്ച് അത് എന്താ പറയണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ തയ്യാറായി നിൽക്കുന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ ഈ വീഡിയോ കാണുക, സൂക്ഷിച്ച് കാണുക, ശ്രദ്ധിച്ച് കാണുക. അതിൽ കാണാം അതിന് മതമിളകുമോ, കുതിരക്ക് മതമിളകുമോ, മതമിളകിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആ കുതിരക്ക് മതമിളകുന്ന സമയങ്ങളിൽ അതിനെ ആ കയറ് പിടിച്ച് കെട്ടി അതിൻ്റെ കാലുകൾ കെട്ടി അതിനെ ഭദ്രമായിട്ട് സുരക്ഷിതമായിട്ട് അതിനെ മെരുക്കിയെടുത്ത് സ്നേഹലാവണ്യത്തോടുകൂടി അതിനെ മെരുക്കിയെടുത്ത് സന്തോഷത്തിൻ്റെ നിർവൃതി എഴുകി എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ജനങ്ങൾ എന്താ പറയേണ്ടത്, ആഹ്ലാദ തിമിർപ്പിൽ സന്തോഷത്തിൻ്റെ ആ വിരിമാറിൽ വന്നു സന്തോഷ പൊയ്കയിൽ ആറാടുകയാണ്. ആറാടുന്ന വേളയിൽ കണ്ടു നോക്കുന്നവർക്ക് ഭീതിജനകമാം വിധം എന്താ പറയേണ്ടത്, കുതിരക്ക് മതമിളകുന്നത് ജനങ്ങൾ ആഹ്ലാദ തിമിർപ്പിൽ കടലിൻ്റെ ഉൾഭാഗത്തേക്ക് പോയി അവരറിയാതെ കളിച്ച് ചിരിച്ച് നിൽക്കുന്ന വേളകളിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ചെറുകുട്ടികളെ പ്രത്യേകിച്ച് അവരെയും എടുത്ത് കളിക്കുന്നുണ്ട്. അവർ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ, അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവർ കടലിലങ്ങ് ഇറങ്ങിപ്പോകരുത് എന്ന് പറയാൻ നമുക്ക് ആർക്കും അവകാശം ആർക്കുമില്ല. എന്നാലേ ഒരു പരിധി വരെ നമുക്ക് പറയാം, പക്ഷേ അതിക്കും അപ്പുറം പറയാൻ പറ്റത്തില്ല. അതാണ്. അങ്ങനെ ആ സായന്തനങ്ങളിൽ കണ്ട ഈ സുന്ദരമായ കാഴ്ച ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവസാന നിമിഷത്തിലാണത് സംഭവിക്കുന്നത്. വല്ലാത്ത വേദന തരുന്നതായിരുന്നു. എന്നിരുന്നാലും കണ്ടോ, ആ കുതിരയുടെ ആ രോഷം കണ്ടോ, ആ ദേഷ്യം കണ്ടോ, അങ്ങോട്ട് പായുന്നു ഇങ്ങോട്ട് പായുന്നു. അത് ഓടാൻ തുടങ്ങിയാൽ എന്താ, ഒന്നൊന്നര ഓട്ടമായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. നിങ്ങളാരെങ്കിലും കുതിരയുമേൽ കയറിയിട്ടുണ്ടോ? ഞാൻ കയറിയിട്ടില്ല, പക്ഷെ കയറി കഴിഞ്ഞാൽ അത് ഒന്നൊന്നര ഓട്ടാന്ന്. അത് ശരിക്കും നമ്മൾ കയറി ശരിക്കും പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തെറിച്ച് പോകും. പിന്നെ പേടിയുണ്ടാകും. നമ്മളെ കൺട്രോളിലല്ല, കുതിരയുടെ കൺട്രോളിലാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, അതിനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുന്നത് കണ്ടോ. അതിന് ആ രോഷം അടങ്ങുന്നില്ല. കുറച്ച് രോഷമുണ്ട്. അതിപ്പോൾ അടങ്ങും. എന്താണ് അതിന് ദേഷ്യം എന്നറിയില്ല. വെയിലിൻ്റെ ചൂടായിരിക്കും, കനത്ത ചൂടല്ലേ, അതുകൊണ്ടായിരിക്കും. ആ വേനൽ ചൂടിൻ്റെ ഇളം കാറ്റിൽ സുന്ദരമായ സായാഹ്നങ്ങൾ ആസ്വദിക്കുക.
കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ജനങ്ങളങ്ങ് വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളറിയാതെ തിരമാലകൾ ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോകും കേട്ടോ. കുതിരയാങ്കിൽ ഇവിടുന്ന് മതമിളകി, അതിന് ദേഷ്യം വന്നിട്ടാന്ന് തോന്നുന്നു ആ കുതിരയ്ക്ക്. എന്നാലേ അവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കമായിരിക്കും. പരിശീലകനും കുതിരക്കും ചെറിയ സൗന്ദര്യപ്പിണക്കം അവർ തമ്മിലുള്ള, അത് അവർ തമ്മിൽ തീർത്തോളും അല്ലേ. പക്ഷേ ജനങ്ങളെ നോക്കിയാട്ടെ വെള്ളത്തിൽ, അതാണ് ഭയാനകം തോന്നുന്നത്, പേടിയാകുന്നു നമുക്ക്. കാരണം കടലിൽ ഇറങ്ങി അങ്ങോട്ട് പോവുക അറിയാതെ, കുളിച്ച് കളിച്ച് കണ്ട ആ കുട്ടിയെ ഇവരെ ദേഷ്യപ്പെടുത്തി കുതിര കളിക്കുവാണ്. ഇവിടെയാങ്കിൽ ജനങ്ങൾ അങ്ങ് കണ്ട കുട്ടികളാണത്, മുതിർന്നവരുമുണ്ട്. കുറേ അങ്ങോട്ട് തിരമാലകളിൽ ഇടയിൽ പെടുകയാണ് അവർ. കണ്ടോ, വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ചില സമയങ്ങളിൽ തിരമാലകൾ അതിരൂക്ഷമായിട്ടായിരിക്കും, നമ്മളെ കൺട്രോളിൽ വരില്ല. അപ്പോൾ കടലിൽ ഇറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെ പരിശീലകൻ കുതിരയും കൊണ്ട് ഓടുന്ന കണ്ടോ, കാഴ്ച കണ്ടോ. അതിൻ്റെ പിറകെ ഇതാ മക്കളെ മറ്റേ കുതിര ഓടുന്നത്. അതാണ് അതിൻ്റെ പരിശീലനം. അതാണ് ഈ സുന്ദര നിമിഷത്തിൽ കാണുന്നതാണ്. ഈ അത്യപൂർവ നിമിഷങ്ങളാണ് ഈ കാണുന്നത്. ഇത് എപ്പോഴും കണ്ടെന്ന് വരില്ല. ഈ സുന്ദരമായ കടൽ തീരത്തിൽ നിന്ന് ക്യാമറ എടുക്കുമ്പോൾ എനിക്ക് ആ അനുഭൂതി ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജനങ്ങളെ ഓർത്താണ് വിഷമം. കടലിൽ ഇറങ്ങി പോവുകയാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. വളരെ ശ്രദ്ധിക്കുക. അവരോട് എന്തേ പറയാൻ നമുക്ക്, അവരോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കുക അല്ലേ. കടലിലിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാവർക്കും സുന്ദരമായ സായാഹ്നം ഞാൻ നേരുന്നു. ഓക്കെ, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.